അങ്ങനെ ഒത്തുതീർപ്പിനായി വക്കീലിന്റെ അടുത്തേക്ക് മുത്തശ്ശൻ എത്തിയപ്പോൾ വേണു ആവശ്യപ്പെട്ട 10 കോടിയുടെ അരട്ടി, അതായത് 20 കോടി മുത്തശ്ശൻ ഒരു മടിയുമില്ലാതെ അവിടെ വെച്ച് തന്നെ വലിച്ചെറിഞ്ഞു നൽകി. മാത്രമല്ല മുത്തശ്ശന്റെ 5 വിരലുകളും വേണുവിന്റെ മുഖത്ത് നല്ല രീതിയിൽ തന്നെ പതിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ അടിയുടെ ശക്തിയിൽ അവിടെ ഉണ്ടായിരുന്ന വക്കീല് പോലും ഞെട്ടിത്തരിച്ച് നിശ്ചലനായി പോയി എന്ന് വേണം പറയാൻ. അങ്ങനെ പണം നൽകിയ മുത്തശ്ശൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ വച്ച് അനിയെ ജയിലിലടച്ച CI സച്ചിദാനന്ദനെ കണ്ട് വളരെയധികം ദേഷ്യപ്പെടുന്നു. മുകളിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ വേണുവിന് സ്വാധീനമൊന്നുമില്ലെന്ന് മനസ്സിലായെന്നും സച്ചിദാനന്ദന്റെ യഥാർത്ഥ സ്വഭാവം ഇപ്പോൾ മനസ്സിലാക്കിയെന്നും എല്ലാവരുടെയും മുന്നിൽ വെച്ച് CIയെ മുത്തശ്ശൻ അങ്ങനെ നാണം കെടുത്തുകയാണ്. ഒടുവിൽ അനിയെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണുവും അയാളുടെ വക്കീലും എത്തുന്നു. തൽക്കാലത്തേക്ക് ജാമ്യത്തിലിറക്കിയ ശേഷം ബാക്കി കാര്യങ്ങൾ കോടതിയിൽ തീരുമാനിക്കാൻ മുത്തശ്ശൻ തയ്യാറാകുന്നു. വരാനിരിക്കുന്ന ആ ഒരു ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡാണ് ഇന്ന് പറയാൻ പോകുന്നത്. വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുമെന്ന് കരുതുന്നു. വക്കീലിനെ കണ്ട് വേണുവിന്റെ മുഖത്തടിച്ച് മടങ്ങി വരുന്ന മുത്തശ്ശനെയാണ് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത്. 10 കോടി ആവശ്യപ്പെട്ട വേണുവിന് 20 കോടിക്ക് തുല്യമായ മറുപടി നൽകിയിട്ടാണ് മുത്തശ്ശന്റെ വരവ്. അങ്ങനെ മുത്തശ്ശനെയും അനയെയും ഹാളിൽ കാത്തു നിൽക്കുന്ന അനന്തപുരിയിലെ ആരെയും തന്നെ ശ്രദ്ധിക്കാതെ മുത്തശ്ശൻ നേരെ റൂമിലേക്കാണ് കയറിപ്പോകുന്നത്. മുത്തശ്ശൻ ആരെയും ശ്രദ്ധിക്കാതെ മുറിയിലേക്ക് കയറിപ്പോയത് കണ്ട് ജാനകി ആകെ വിഷമിക്കുന്നുണ്ട്. എന്റെ മകനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു, ഇനി അവനെ ജയിലിൽ ഇറക്കേണ്ടി വരുമല്ലോ അജയേട്ട എന്നിങ്ങനെ അജയനോടായിട്ട് പറയുമ്പോൾ അജയൻ ജാനകി ആശ്വസിപ്പിക്കുന്നുണ്ട്. അച്ഛൻ എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ടാവുമെന്നും അനു ഒരിക്കലും ജയിലിൽ പോകില്ലെന്നും പറഞ്ഞ് ദേവയാനിയും ആശ്വസിപ്പിക്കുന്നുണ്ട് ജാനകിയെ. ജയനാണെങ്കിൽ മുത്തശ്ശൻ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാൻ മുതിർന്നപ്പോൾ ദേവയാനി തടഞ്ഞുകൊണ്ട് പറയാണ്, വേണ്ട, അച്ഛൻ സ്വന്തം ഇഷ്ടത്തിന് വരട്ടെ, ഇപ്പൊ ചെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അച്ഛനെ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല എന്നിങ്ങനെ. അപ്പോഴേക്കും ജലജ സന്തോഷത്തോടെ ഓടി വന്നിട്ട് പറയാം, നിങ്ങളെല്ലാവരും വല്ലതും അറിഞ്ഞോ? അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ നിനക്ക് എങ്ങനെയാണ് വിവരം കിട്ടിയത്? അപ്പൊ ജലജ പറയുകയാണ്, അച്ഛൻ എങ്ങനെ പറയാനാ, അച്ഛൻ ചെയ്ത പണി അങ്ങനെയായിരുന്നല്ലോ. അച്ഛനെ ഒരു 8ന്റെ പണി ഒപ്പിച്ചു വെച്ചിട്ടാണ് ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. നമ്മുടെ അനിയെ ഇറക്കാൻ വേണ്ടി അച്ഛൻ കോംപ്രമൈസിനായി പോയപ്പോ അവിടെ വെച്ച് അനാമികയുടെ അച്ഛൻ വേണുവിനെ ചോദ്യം ചെയ്തതിന് അയാളുടെ മുഖത്തടിച്ചിട്ടാണ് ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. ഒരു പൈസ പോലും കൊടുത്തിട്ടുമില്ല. ഇത് കേട്ട് ദേവയാനിയും ജാനകിയും മറ്റുള്ള എല്ലാവരും ഞെട്ടുന്നുണ്ട്. ദൈവമേ, ഇനി എന്തൊക്കെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്? എന്റെ മോനെ ജയിലിൽ കയറ്റാനുള്ള കാര്യങ്ങളാണല്ലോ അച്ഛൻ ചെയ്തിട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെയും പറഞ്ഞ് ജാനകി പരിഭ്രമിക്കുന്നത് കേൾക്കുമ്പോൾ ജാനകി, നീ മിണ്ടാതിരിക്കുക. അച്ഛനല്ല അവനെ ആ അവസ്ഥയിലാക്കാൻ പോകുന്നത്, നീയൊക്കെ കൂടിയിട്ട് അന്നേ അവന്റെ ഇഷ്ടത്തിന് വിട്ടിരുന്നെങ്കിൽ ഈ ഗതി വരുമായിരുന്നോ? അതുകൊണ്ട് എന്റെ അച്ഛൻ ചെയ്തതിനെ ആരും ചോദ്യം ചെയ്യണ്ട. അച്ഛൻ ഒരു കാരണമില്ലാതെ ഒന്നും ചെയ്യില്ല. ഇങ്ങനെ ജാനകിയോട് ദേഷ്യത്തോടെ പ്രതികരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇവരുടെ എല്ലാം സംസാരം കേട്ടുകൊണ്ട് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരികയാണ്. അല്ല, എന്താ നിർത്തിക്കളഞ്ഞത്? എല്ലാവർക്കും പറയാനുള്ളത് പറഞ്ഞു നിർത്തേക്ക്. അത് പിന്നെ ജാനകി വിഷമം കൊണ്ട് പറഞ്ഞതാണ് അച്ഛാന്ന് ദേവയാനി പറഞ്ഞപ്പോ, വിഷമമെന്ന് പറയുന്നത് അവൾക്ക് മാത്രമല്ല, ഞാൻ ഉൾപ്പെടെ ഞങ്ങൾക്ക് എല്ലാവർക്കും അവനെ ഇഷ്ടമാണ്. ഒരാവശ്യമില്ലാതെ എന്റെ കൊച്ചുമോനെ ജയിലിലിടാൻ ആരും ശ്രമിച്ചിട്ടില്ല. എന്നെ പറയാൻ പാടില്ലാത്തത് പറഞ്ഞപ്പോഴാണ് അനി അനാമികയെ തല്ലിയത്. എന്നാലേ അവളെ തല്ലിയതിനകത്ത് കിടക്കുന്ന അനിയെ ഞാൻ തന്നെ ഇറക്കും. 10 കോടി പോയിട്ട് ഒരു 5 പൈസ പോലും ഞാൻ ആ വേണുവിന് കൊടുക്കില്ല. കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊന്നും അനാവശ്യമായി കളയാൻ സാധിക്കില്ല. മുത്തശ്ശൻ നല്ല ദേഷ്യത്തോടെ തന്നെയാണ് ഇങ്ങനെയെല്ലാം പറയുന്നത്. തുടർന്ന് പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിലെ ഒരേ ഒരു തെറ്റ്, ഇത്രയും കാലം ഇവൾക്കും ഇവളുടെ മകനും ഒരു കുറവുമില്ലാതെ എല്ലാം കൊടുത്തതാണ്. പകരം ഇവള് തരുന്നത് വേദന മാത്രമാണ്. ഇപ്പൊ വന്നത് ജാനകിയെ നോക്കിക്കൊണ്ടാണ് മുത്തശ്ശൻ 10 കോടി ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇനി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് എന്റെ കൊച്ചുമകനെ പുറത്തിറക്കാൻ. മുത്തശ്ശൻ പോകാൻ തുടങ്ങുന്നതും ഞാനും കൂടെ വരട്ടെ എന്ന് പറഞ്ഞ് ആദർശ് പിന്നാലെ ചെല്ലുന്നുണ്ടെങ്കിലും വേണ്ടടാ, ഞാൻ തീർത്ഥയാത്രയ്ക്ക് പോയപ്പോ എന്റെ കൊച്ചുമകനെ ജയിലിൽ നിന്ന് ഇറക്കാൻ കഴിയാത്ത നിങ്ങളൊക്കെ എന്തിനാണ് ഇപ്പൊ എന്റെ കൂടെ വരുന്നത്? എന്ത് വില കൊടുത്തും അവനെ ഇറക്കണമായിരുന്നു. നിങ്ങൾ എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ. ഇങ്ങനെ ആദർശിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് മുത്തശ്ശൻ യാത്ര. ജാനകിയും ജലജയും ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മുത്തശ്ശൻ വേണുവിനെ അടിച്ചതിനുള്ള ആശങ്കയെല്ലാം ജാനകി ജലജയുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ജലജ പറയുകയാണ്, അച്ഛൻ ചെയ്ത് തീർത്തും അനാവശ്യമായി പോയി ജാനകി. അയാൾ ഇനി എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എനിക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത പോലും ഇല്ലാതാവും. അച്ഛന്റെ സ്വാധീനം ഇനി ഇവിടെ വിലപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ജാനകിയും ആലോചിച്ചിട്ട് എനിക്ക് ഇരിക്കപ്പുറത്തില്ല ജലജെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ജാനകി നിരാശപ്പെട്ട് നിൽക്കുന്ന കണ്ടിട്ട് ആ രേവതിയെ ഒന്ന് വിളിച്ചു നോക്കാൻ പറയുന്നുണ്ട് ജലജ. അവര് വല്ല ദയ്യം കാണിച്ചാലോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമല്ലോ. പക്ഷെ ജാനകി പറയും, അവര് കരുണ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആദ്യം മകളെയും ഇപ്പൊ ഭർത്താവിനെയും തല്ലി. അതൊക്കെ അവർക്ക് അങ്ങനെ നിസ്സാരമായിട്ട് പൊറുക്കാൻ പറ്റുമോ? എന്തായാലും നീ ഒന്ന് വിളിച്ചു നോക്കാൻ തന്നെ പറഞ്ഞ് ജലജ നിർബന്ധിക്കുന്നുണ്ട് ജാനകിയെ. അങ്ങനെ ജാനകി രേവതിയെ ഫോൺ ചെയ്യുമ്പോൾ ഫോൺ കോൾ കാണുന്നതും വേണു രേവതിയോട് ഉറക്കെ വിളിച്ച് പറയാണ്, നിന്റെ ഫോണിലേക്ക് ആരോ വിളിക്കുന്നു. രേവതി ഫോൺ എടുത്ത് നോക്കുന്നതും
ജാനകിയാണ് വിളിക്കുന്നത് മനസ്സിലാവുന്നു. ഇത് ജാനകിയാണ് വിളിക്കുന്നത്. വേണുവിന് സംസാരിക്കാൻ പോലെയുള്ള ശക്തിയില്ലാന്ന് പറഞ്ഞ് രേവതി ഇതേ സമയം വേണുവിനെ പരിഹസിക്കുന്നുണ്ട്. ഏതായാലും നീ ആ ഫോൺ എടുക്ക്, അവർ ചിലപ്പോൾ മാപ്പ് പറയാൻ വിളിക്കുന്നതായിരിക്കും എന്ന് വേണു പറയുന്നത് കേട്ടിട്ട്, മാപ്പോ? അവർക്ക് മാപ്പല്ല, ഞാൻ കോപ്പാണ് കൊടുക്കുന്നത്. രേവതി അങ്ങനെ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് ജാനകിയോട് ചോദിക്കുന്നുണ്ട്, ഭർത്താവിനും മകൾക്കും സുഖമാണോ എന്ന് അറിയാനാണോ വിളിച്ചതെന്ന്. അപ്പൊ ജാനകി വിഷമത്തോടെ പറയാ, അങ്ങനെ പറയല്ലേ രേവതി, എന്റെ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിന് മാപ്പ് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ഇത് കേട്ട ഉടനെ രേവതി പറയുകയാണ്, നിങ്ങളുടെ കുടുംബം ഞങ്ങളോട് ചെയ്യുന്നൊന്നും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതല്ല ജാനകി. ഇതാ ഇപ്പൊ നിങ്ങളുടെ അച്ഛനെ എന്റെ ഭർത്താവിനെ വരെ തല്ലിയിരിക്കുന്നു. വായ തുറന്നൊന്നും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല അദ്ദേഹത്തിന്. എന്നിട്ടിപ്പോ മാപ്പ് പറഞ്ഞിട്ട് എന്താ ഒരു കാര്യം? ജാനകി ഉടനെ പ്രതീക്ഷയോടെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അനിയുടെ പേരിലുള്ള ആ കേസൊന്ന് പിൻവലിച്ചു കൂടെയെന്ന്. കേസ് പിൻവലിക്കാനോ? എന്റെ മകളെ ഒഴിവാക്കിയതും പോരാ, എന്നിട്ട് അവളുടെ കാരണത്തും അടിച്ചിരിക്കുന്നു. അതിനൊക്കെ നിങ്ങളുടെ മകൻ എന്ത് അധികാരമാണുള്ളത്? ആ പാട് പോലും ഇതുവരെ മാറിയിട്ടില്ല. എന്നിട്ട് ഞങ്ങളിപ്പോ കേസ് പിൻവലിക്കണോ അത്രേ? ഇല്ല ജാനകി, അതൊരിക്കലും നടക്കില്ല. അതും പറഞ്ഞ് എന്നെ ഇനി വിളിക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ അങ്ങോട്ട് വെക്കുകയാണ് രേവതി. തുടർന്ന് ജലജ ചോദിക്കുന്നുണ്ട് ജാനകിയോട്, എന്തായി ജാനകി, വല്ലതും നടക്കുവോ? എന്ത് നടക്കാനാ ജലജെ? വിളിച്ചത് വെറുതെ ആയിപ്പോയി. വെറുതെ അവരുടെ വായിലിരിക്കുന്നതും കൂടെ കേട്ടു. വിളിക്കേണ്ടിയിരുന്നില്ല. എന്റെ മോൻ ഇനി സ്റ്റേഷനിലേക്ക് പോകും. അവൻ ജയിൽ പുള്ളിയാകും. എനിക്കെന്റെ മോനെ ജയിലിൽ പോയി കാണാനൊന്നും വയ്യ. അവര് ചോദിച്ച് വലിയ തുക കൊടുക്കുക എന്നല്ലാതെ ഇനി മറ്റൊരു മാർഗമില്ലെന്ന് തോന്നുന്നു. ജാനകി പറയുന്നതെല്ലാം കേട്ടിട്ട് ജലജ ചോദിക്കുകയാണ്, അതിന് ആ പണം കൊടുക്കാൻ ഇവിടെ ആരെങ്കിലും തയ്യാറാകണ്ടേ ജാനകി? ഏട്ടത്തിക്കൊക്കെ 10 കോടി നിസ്സാരമാണ്. വെറുതെ നിന്റെ മകനോട് സ്നേഹമുണ്ടെന്നൊക്കെ അവരെപ്പോഴും പറയുന്നല്ലോ. അതൊക്കെ വെറുതെയാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ജാനകി അങ്ങനെയൊക്കെ പറഞ്ഞ് എരിപിരി കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട് ജലജ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശൻ സ്റ്റേഷനിൽ മുന്നിൽ വന്ന് നിന്നു. ഇത് കണ്ട് സക്രിയ ആകെ ഞെട്ടിപ്പോകുന്നു. അയ്യോ, അനന്തപുരിയിലെ സിംഹമാണല്ലോ വന്നിരിക്കുന്നത്. CI സാറിന് ഇത് അറിയില്ലല്ലോ. എന്തായാലും ഞാൻ പോയി പറഞ്ഞേക്കാന്ന് പറഞ്ഞ് സക്രിയ ഓടി CIയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. സാറേ, ദേ പുറത്തൊരു സിംഹം വന്നിട്ടുണ്ട്. എന്ത് സിംഹമോ? അതെ സാർ, അനന്തപുരിയിലെ മൂർത്തി സാർ. പയ്യനെ കൊണ്ടുപോകാൻ വന്നതായിരിക്കും. ഇപ്പോൾ സച്ചിദാനന്ദ പറയുന്നുണ്ട്, അയാൾ ഇങ്ങോട്ട് വരട്ടെ. അവനെ അങ്ങനെ വിളിച്ചോണ്ട് പോകാനൊന്നും ഞാൻ സമ്മതിക്കില്ല. അതേസമയം മുത്തശ്ശൻ വരുന്നത് കണ്ട് നന്ദു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. നന്ദുവിനോട് അനി എവിടെയും ചോദിക്കുകയാണ് മുത്തശ്ശൻ. ലോക്കപ്പിലാണ് മുത്തശ്ശ. CI സാർ പറഞ്ഞിട്ടാണ്. വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ് അവനെ ലോക്കപ്പിൽ ഇടേണ്ടി വന്നത്. CI സാറിനാണെങ്കിൽ പണ്ട് മുതലേ അനിയോട് വിരോധമുണ്ട്. അവർ തമ്മിൽ അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് സച്ചിയും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അല്ല, ഇതാരാ, മൂർത്തി സാറോ? സാറെന്താ ഇവിടെ? മുത്തശ്ശനപ്പ രൂക്ഷമായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. എന്റെ കൊച്ചുമകൻ ഇവിടെ ലോക്കപ്പിലായിരിക്കുമ്പോ പിന്നെ ഞാൻ വെറുതെ ഇരിക്കണോ? അവനെ ലോക്കപ്പിൽ അടച്ചതല്ലേ താൻ? സച്ചി പറയുന്നുണ്ട്, അയ്യോ, ഇതൊന്നും ഞാൻ ചെയ്തതല്ല സാറേ. ഇത് വ്യക്തിപരമായ വൈരാഗ്യമൊന്നുമല്ല. മുകളിൽ നിന്ന് എനിക്ക് വിളി വന്നു. ആ അനാമികയുടെ അച്ഛന് മുകളിൽ നല്ല സ്വാധീനമുണ്ടേ. അയാൾ സ്വാധീനം ചെലുത്തിയതുകൊണ്ട് എനിക്ക് പിന്നെ വേറെ വഴിയില്ലാതായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യുമായിരുന്നു. മുത്തശ്ശൻ ഇതൊക്കെ വെറും പൊയ്വാക്കുകളാണെന്ന് മനസ്സിലാവുന്നുണ്ട്. സച്ചിയോട് നിർത്താൻ തന്നെ ആജ്ഞാപിക്കുന്നു. താൻ കൂടുതലൊന്നും പറയണ്ട. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. കൂടുതൽ സംസാരിച്ചാൽ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് തന്നെ എനിക്ക് നാണം കെടുത്തേണ്ടി വരും. എന്നിട്ട് അനിയെ വീണ്ടും തിരക്കുകയാണ്. എവിടെ എന്റെ കൊച്ചുമകൻ? മുത്തശ്ശനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അകത്തേക്ക്. ലോക്കപ്പിനടുത്ത് എത്തിയപ്പോൾ അനി ലോക്കപ്പിനുള്ളിൽ അങ്ങനെ കിടക്കുന്നത് കാണുന്നതും മുത്തശ്ശനാകെ സങ്കടമാവുകയാണ്. വിഷമത്തോടെ അദ്ദേഹം ഒരു നിമിഷം നിന്നുപോയി നന്ദുവിന്റെ നേരെ തിരിഞ്ഞിട്ട്, ഇതിനെല്ലാം കാരണം നിങ്ങളെല്ലാവരുമാണ്. അവൻ ഇഷ്ടം പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ നിനക്ക് പാടില്ലായിരുന്നോ മോളെ? ഇപ്പൊ എന്റെ കൊച്ചുമകൻ ജയിലിലായില്ലേ? എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. ഇതിനിടയിൽ നമ്മുടെ സച്ചിദാനന്ദൻ സക്രിയോട് സ്വകാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ നന്ദുവിനെയാണ് വിവാഹം കഴിക്കാൻ ആലോചിച്ചിരിക്കുന്നതെന്ന് ഇയാൾക്ക് അറിയില്ലേ? എന്നിട്ട് നന്ദുവിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോന്ന് സക്രിയയ്ക്ക് പേടി തോന്നുകയാണ്. സച്ചിദാനന്ദൻ ഇങ്ങനെ പറയുന്നതെല്ലാം മൂർത്തി സാറ് കേൾക്കുമെന്ന്. അതുകൊണ്ട് സച്ചിയോടൊന്ന് പതുക്കെ പറയാൻ പറയുന്നു. എന്നാൽ സച്ചി നല്ല ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുവാണെങ്കിൽ കേൾക്കട്ടെ. അയാൾക്ക് മാത്രം എന്തും ചെയ്യാമെന്നാണോ? എങ്കിൽ അതൊന്ന് കാണട്ടെ എന്നൊക്കെ പറയുകയാണ്. അനിയാണെങ്കിൽ ഇങ്ങനെ ലോക്കപ്പിനുള്ളിൽ കിടക്കുന്ന കണ്ടിട്ട് മുത്തശ്ശന് അത് സഹിക്കാനേ പറ്റുന്നില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, നന്ദുവിനോട് ഉടനെ തന്നെ ലോക്കപ്പിന്റെ താക്കോലെടുത്ത് തരാൻ ആവശ്യപ്പെടുകയാണ്. മുത്തശ്ശൻ CIയെ വരെ അവഗണിച്ച് നന്ദുവിനോട് അങ്ങനെ ആജ്ഞാപിക്കുമ്പോൾ CI ഒക്കെ നിസ്സഹായനായി നോക്കി നിൽക്കെ നന്ദു ലോക്കപ്പ് തുറക്കുകയാണ്. അനിയാണെങ്കിൽ പുറത്തേക്ക് ഓടി വന്ന് മുത്തശ്ശനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സോറി മുത്തശ്ശ, എനിക്ക് അന്ന് നിയന്ത്രണം വിട്ടുപോയി. എന്നാൽ അനി ചെയ്തതിൽ ഒരു തെറ്റുമില്ലെന്ന് വിശ്വസിക്കുന്ന മുത്തശ്ശനാണെങ്കിൽ നീ അവളോട് ചെയ്ത് കുറഞ്ഞു പോയെന്നാണ് ഞാൻ പറയുക. കാരണം അവളുടെ കാരണത്തടിച്ചാൽ പോരായിരുന്നു, കഴുത്ത് ഞെരിച്ച് അവളെ എന്നേക്കുമായി തീർക്കുകയായിരുന്നു വേണ്ടത്. ശേഷം അനിയെ അവിടെ നിന്നും കൊണ്ടുപോകാൻ തന്നെ തുടങ്ങുകയാണ് മുത്തശ്ശൻ. അനിയെ ചേർത്ത് പിടിച്ച് മുത്തശ്ശൻ അഭിമാനത്തോടെ തന്നെയാണ് സ്റ്റേഷന് പുറത്തേക്ക് നടക്കുന്നത്. പിന്നീട് സ്റ്റേഷന്റെ നടുവിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞ
പറഞ്ഞ സമയമായിട്ടും വേണു എവിടെയെന്ന് മുത്തശ്ശൻ സച്ചിയോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ടെന്നും അഡ്വക്കേറ്റുമായി കാറിൽ വരികയാണെന്നാണ് വിളിച്ചപ്പോൾ പറഞ്ഞതെന്നും സച്ചിദാനന്ദൻ മറുപടി നൽകി. ഇത് കേട്ട് മുത്തശ്ശന് ദേഷ്യമാവുന്നുണ്ട്. ഞാനൊക്കെ സമയത്തിന് വില കൽപ്പിക്കുന്ന ആളാണ്. പറഞ്ഞ സമയത്ത് എത്തിയില്ലെങ്കിലേ കാര്യങ്ങൾ നടക്കില്ല. 100 കൂട്ടം ജോലിയുള്ള എനിക്ക് സമയം കളയാനാവില്ല. സമയത്തിന് വില കൽപ്പിക്കാത്ത ചെറ്റകൾക്ക് വേണ്ടി ഞാൻ ഇനി കാത്തു നിൽക്കില്ല. മുത്തശ്ശന്റെ വാക്കുകൾ കേട്ട് അനിയും നന്ദുവും പരസ്പരം നോക്കി. എന്നാൽ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത സച്ചിദാനന്ദൻ ഉടനെ തന്നെ നന്ദുവിനോട്, നന്ദു, നീ പോയി നമ്മുടെ 1-2 കേസ് ഫയലുകൾ ചെക്ക് ചെയ്യും. ഇവിടെ വെറുതെ നിൽക്കാൻ പറ്റില്ല. നന്ദുവിനെ ഒഴിവാക്കാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് മുത്തശ്ശന് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വേണു വക്കീലിനെയും കൂട്ടി അകത്തേക്ക് വരുന്നു. വേണുവിന്റെ മുഖം തടിച്ചു വീർത്തിരിക്കുന്ന കണ്ടിട്ട് സച്ചിദാനന്ദൻ ഞെട്ടുകയാണ്. അയ്യോ, ഇത് അടിയുടെ പാടാണോ? മൂർത്തി സാർ ഇയാളെ അടിച്ച് ഈ രൂപത്തിലാക്കിയോ? അല്ല, നിങ്ങളോട് വരാൻ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞല്ലോ, കറക്റ്റ് ടൈമിന് തന്നെ ഇറങ്ങണ്ടേ എന്നെല്ലാം CI ഇങ്ങനെ വേണുവിനോട് ചോദിച്ചപ്പോൾ വേണു മുത്തശ്ശനെയൊക്കെ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ്, കുറച്ചുനേരം കാത്തു നിന്ന് കരുതി ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന്. തനിക്ക് കിട്ടിയതൊന്നും പോരല്ലെന്ന് മുത്തശ്ശനും കയർക്കുന്നുണ്ട് വേണുവിന് നേരെ. എന്നാൽ വേണു പറയും, എന്റെ സാറേ, അങ്ങനെയൊന്നും ഇനി ഭീഷണിപ്പെടുത്തണ്ട. ഇവന്റെ ഭാര്യ തന്നെയാണ് എന്റെ മകൾ. നിയമപരമായി അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. നിങ്ങൾ എന്നെ തല്ലിയത് ശരി, പക്ഷേ ഡിവോഴ്സ് ഞാൻ വാങ്ങിച്ചിരിക്കും. ഏത് കൊമ്പത്തേക്ക് വിളിച്ച് പറഞ്ഞാലും അത് നടക്കും. എന്റെ മകള് ചോദിച്ച തുക തന്നെ പാരിതോഷികമായി വാങ്ങിച്ചിരിക്കും. വേണുവിന്റെ വാക്കുകളൊക്കെ കേട്ട് കലി കയറുന്ന മുത്തശ്ശനാകട്ടെ, താൻ പറഞ്ഞത് ചെയ്യടോ, കൂടുതൽ പറയാൻ നിൽക്കണ്ട. നിന്റെ മകൾ മീഡിയയുടെ മുന്നിൽ വെച്ച് പറയാൻ പാടില്ലാത്ത പല രഹസ്യങ്ങളും വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ മറന്നിട്ടില്ല. അതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നാൽ നീയും നിന്റെ മകളും തെരുവിൽ നിൽക്കേണ്ടി വരും. ഏതായാലും ഒടുവിൽ CI സച്ചിദാനന്ദൻ തന്നെ കാര്യങ്ങൾ ഒതുക്കി തീർത്തു. അനിയെ കൊണ്ടുപോകാൻ തന്നെ മുത്തശ്ശൻ അനുവാദം കൊടുക്കുന്നു. പോകാൻ നേരം മുത്തശ്ശൻ നന്ദുവിനോടും, മോളെ, ഞാൻ അനിയെ കൊണ്ടുപോട്ടെ. ചില കേസ് കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുണ്ട്. അതുകൊണ്ട് നല്ലൊരു വക്കീലിനെ തന്നെ ഇനി കാണണം. അപ്പോഴേക്കും സച്ചിദാനന്ദൻ നല്ല വിള ചമഞ്ഞുകൊണ്ട്, സാർ എന്നോട് ക്ഷമിക്കണം. എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി ഞാൻ ശ്രമിച്ചതാണ്. പിന്നെ മുകളിൽ ചില എന്നൊക്കെ പറയാൻ തുടങ്ങുമ്പോഴേക്കും നിർത്തടോ, മതിയെന്ന് പറഞ്ഞ് മുത്തശ്ശൻ സച്ചിയുടെ വായടപ്പിക്കുന്നു. താൻ എത്രക്കാരനാണെന്ന് എനിക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലായി. പിന്നെ നിങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ അന്വേഷണം നടത്തിയിരുന്നു. അത്ര നല്ല ആളല്ല നിങ്ങളെന്ന് എനിക്കിപ്പോൾ അറിയാം. ഇപ്പം ഞാൻ വീണ്ടും അന്വേഷിച്ചു, ചില സത്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. താൻ പറഞ്ഞല്ലോ ഇവിടെ നിൽക്കുന്ന വേണുവിന് മുകളിൽ പിടിപാടുണ്ടെന്നും മന്ത്രിക്ക് ഈ കാര്യത്തിൽ താല്പര്യമുണ്ടെന്നും. പച്ചക്കള്ളം പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? എന്റെ കൊച്ചുമോനോട് നിങ്ങൾക്ക് വിരോധം ഉണ്ടാകാം, പക്ഷേ അതിങ്ങനെ തീർക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഈ സ്റ്റേഷനിൽ നിന്ന് പുറത്തു പോകില്ല. താക്കീത് കൊടുക്കുന്നുണ്ട് സച്ചിക്ക് മുത്തശ്ശൻ. ശേഷം നന്ദുവിനോടും പറയുന്നുണ്ട്, മോളെ, ഇയാൾ പറഞ്ഞതെല്ലാം കള്ളമാണ്. വേണു മുകളിൽ വിളിച്ചു പറഞ്ഞിട്ടാണ് അനിയൻ ജയിലിൽ അടച്ചതെന്നാണ് ഇയാൾ പറഞ്ഞത്. എന്നാൽ സത്യം അതല്ല. മുകളിലുള്ള മന്ത്രി എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ആളാണ്. അനിയെ ജയിലിലടയ്ക്കാൻ അദ്ദേഹം ഒരിക്കലും പറയില്ല. അപ്പോൾ ഇതിന്റെ അർത്ഥം ഇയാളും വേണുവും ചേർന്നുണ്ടാക്കിയ കെട്ടിച്ചമച്ച കഥയാണിതെന്നല്ലേ? സച്ചിയെ നോക്കിക്കൊണ്ട്, അതുകൊണ്ട് താൻ ഇനി കൂടുതലൊന്നും പറയണ്ട. പറഞ്ഞ ചിലതൊക്കെ എനിക്കും പറയേണ്ടി വരും. മോളെ, ഞങ്ങൾ പോവുകയാണ്. ഇവനെയും കാത്ത് വീട്ടിൽ പലരും കണ്ണീര് പൊഴിക്കുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് ഇനി ഇവനെ കൊണ്ടുചെന്നില്ലെങ്കിൽ ആ വീട് ഉറങ്ങിപ്പോവും. ഇങ്ങനെയും പറഞ്ഞ് അനിയേയും കൂട്ടി മുത്തശ്ശൻ നടന്നു നീങ്ങി. CIയെ ദേഷ്യത്തോടെ തന്നെ നോക്കുന്നുണ്ട് നമ്മുടെ നന്ദു. എന്നിട്ട് പറയുന്നുണ്ട്, സാർ, എനിക്കറിയാം എന്നെ കാരണം നിങ്ങൾക്ക് അനിയോട് ദേഷ്യം ഉണ്ടാകാം. പക്ഷെ അത് ഇങ്ങനെയല്ല തീർക്കേണ്ടിയിരുന്നത്. പിന്നെ മൂർത്തി മുത്തശ്ശൻ എന്ന് പറയുന്ന ആള് നിങ്ങൾക്ക് പന്ത് പോലെ തട്ടിക്കളിക്കാനുള്ള ആളല്ല. എന്തായാലും സാർ ഇത്ര ചീപ്പാണെന്ന് ഞാൻ കരുതിയില്ലെന്ന് പറഞ്ഞ് നന്ദു അവിടെ നിന്ന് പോകുന്നുണ്ട്. സക്രിയാണെങ്കിലും സച്ചിദാനന്ദനെ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാലും എന്റെ സാറേ, ഇത് ചീപ്പ് പരിപാടിയായിപ്പോയി. ഇത്രയും സ്വാധീനമുള്ളവരോട് നട്ടാൽ കുരുക്കാത്ത കള്ളം പറയണമായിരുന്നോ? സച്ചിയാണെങ്കിലും, ഓ, എനിക്ക് ആ സന്ദർഭത്തിൽ അങ്ങനെ പറയേണ്ടി വന്നടോ. ഇനി ഞാൻ നന്ദുവിന്റെ മുഖത്ത് എങ്ങനെ നോക്കും? മനുഷ്യനാകെ നാണം കെട്ടുപോയല്ലോ. സക്രിയെ തന്നെ അതിന് ഒരു മാർഗം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സാറിങ്ങനെ വിഷമിച്ച് നിൽക്കാതെ അടുത്ത പ്ലാൻ എന്താണെന്ന് നോക്ക്. എന്തായാലും അനിയെ അയാൾ ഇറക്കിക്കൊണ്ടുപോയി. എത്ര നിസ്സാരമായിട്ടാണ് അയാൾ അവനെ ഇറക്കിക്കൊണ്ടുപോയത്. എന്നാലും ഈ പ്രായത്തിലും അയാളുടെ ചങ്കൂറ്റം സമ്മതിക്കണം. സച്ചിയാണെങ്കിലും വിഷമത്തോടെ പറയുന്നുണ്ട്, എന്നാലും അവൻ ജയിലിൽ പോയിരുന്നെങ്കിൽ എനിക്ക് എന്റെ നന്ദുവിനെ ഈസി ആയിട്ട് വിവാഹം കഴിക്കാമായിരുന്നു. അവനൊരു കരടായിട്ട് വീണ്ടും വന്നല്ലോ, എല്ലാം തകിടം മറിഞ്ഞല്ലോ. അങ്ങനെയും പറഞ്ഞ് നിരാശയോടെ ഇരിക്കുകയാണ് സച്ചിദാനന്ദൻ. അങ്ങനെ സംഭവബഹുലമായ കാര്യങ്ങൾക്കൊടുവിൽ മുത്തച്ഛൻ അനിയെയും കൂട്ടി അനന്തപുരിയിലേക്ക് മടങ്ങിയെത്തുകയാണ്. അനിയെ കണ്ടതും എല്ലാവരും ഓടിച്ചെന്നു. ജാനകിയൊക്കെ ആണെങ്കിൽ അനിയെ കെട്ടിപ്പിടിച്ച് വിങ്ങി. മോനെ, നിനക്ക് അവിടെ കഴിക്കാനൊന്നും കിട്ടിയില്ല അല്ലേ? നീ ആകെ മെലിഞ്ഞുപോയി. ആ പെണ്ണും അവളുടെ കാമകനും നിന്നെ പട്ടിണിക്കിട്ട് കാണുമല്ലേ? ഇത് കേട്ട് ഇത്തരം സംസാരങ്ങൾ ഒഴിവാക്കാൻ തന്നെ മുത്തശ്ശൻ കർശനമായി പറയുന്നുണ്ട് ജാനകിയോട്. ദേവയാനിയാണെങ്കിലും അനിയെ ഉപദേശിക്കുന്നുണ്ട്, മോനെ, ഇനിയെങ്കിലും നീ ഇത്തരം അബദ്ധങ്ങളിലൊന്നും ചെന്ന് ചാടാതിരിക്കെ. അനിയോട് വേഗം ഫ്രഷ് ആയിട്ട് വരാൻ പറയുന്നുണ്ട് ആദർശ്. നിന്നെ ഈ കോലത്തിൽ കാണാൻ ഞങ്ങൾക്ക് വയ്യെന്ന് പറഞ്ഞിട്ട് അനി അങ്ങനെ ഫ്രഷ് ആകാനായി മുകളിലേക്ക് പോയപ്പോൾ ജാനകി ആശ്വാസത്തോടെ പറയുന്നുണ്ട്, ഇപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായതെന്ന്. ഇതുവരെ എന്റെ മനസ്സ് നീറുകയായിരുന്നുവെന്ന്. നന്ദു പിന്നീട് കാര്യങ്ങളെല്ലാം ഗോവിന്ദനെയും കനകയും അറിയിക്കുന്നുണ്ട്. മാത്രമല്ല, മൂർത്തി മുത്തശ്ശൻ നടത്തിയ അന്വേഷണത്തിൽ സച്ചിദാനന്ദൻ കള്ളം പറയുകയായിരുന്നു എന്നും തെളിഞ്ഞു. അനിയെ പുറത്തിറക്കാൻ കഴിയില്ല, സ്റ്റേഷൻ ജാമ്യം കിട്ടാൻ ഒരു വഴിയുമില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചിദാനന്ദൻ ഒന്നാന്തരം നാടകം കളിക്കുമായിരുന്നുവെന്നും അയാൾ ഒരു ഒന്നാന്തര ഫ്രോഡാണെന്നും
നന്ദു തീർത്ത് പറയുന്നുണ്ട് അവരോട്. അയാളെ കണ്ണുപൂട്ടി വിശ്വസിക്കരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണെന്നും അതുകൊണ്ട് അയാളുമായിട്ടുള്ള കല്യാണത്തിന് തനിക്കിനി താല്പര്യമില്ലെന്നും തീർത്ത് പറയുകയാണ് ഗോവിന്ദനോടും കനകയോടും നന്ദു.